ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോമിലെ എന്താണ് ഈ ക്രോസ് ടേംസിനെ ഒഴിവാക്കുന്നത്, ക്രോസ് ടേംസിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ക്വാഡ്രാറ്റിക് ഫോമിന്റെ ക്രോസ് ടേംസ് ഒഴിവാക്കാം, അങ്ങനെ അയാളെ പുതിയ വേരിയബിൾസിൽ എക്സ്പ്രസ് ചെയ്യാം. ക്രോസ് ടേംസ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ വേരിയബിൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോ ഈ ക്രോസ് ടേംസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഫോം, ക്വാഡ്രാറ്റിക് ഫോം എന്താണ്? A quadratic form with no cross product term, with no cross product term, cross product term ഇല്ലാത്ത ക്വാഡ്രാറ്റിക് ഫോം, അയാളെ നമ്മൾ വിളിക്കുന്നത് കനോണിക്കൽ ഫോം എന്നാണ്. കനോണിക്കൽ ഫോം എന്താണ്? A quadratic form with no cross product term is called canonical form. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കാം, എക്സ്പ്രസ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഫോം ഇൻ എ കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോമിൽ ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഇപ്പോൾ വേരിയബിൾ ചേഞ്ച് ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് ടേംസിനെ ഒഴിവാക്കിയില്ലേ, അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വരും, എക്സ്പ്രസ് ദ ക്വാഡ്രാറ്റിക് ഫോം ഇൻ ദ കനോണിക്കൽ ഫോം. അപ്പോൾ കനോണിക്കൽ ഫോം ഇതാണ്. കനോണിക്കൽ ഫോം എന്ന് പറയുന്ന വേർഡ് അതാണ്. എന്താണ്? ക്വാഡ്രാറ്റിക് ഫോം വിത്ത് നോ ക്രോസ് പ്രോഡക്റ്റ് ടേം. ക്രോസ് പ്രോഡക്റ്റ് ടേം ഇല്ലാത്ത ക്വാഡ്രാറ്റിക് ഫോമിനെ നമ്മൾ കനോണിക്കൽ ഫോം എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കനോണിക്കൽ ഫോമിൽ നമ്മുടെ എന്താണ്, കനോണിക്കൽ ഫോമിന്റെ ഫോം ഇങ്ങനെ ആയിരിക്കും. എന്താണ്? കോൺസ്റ്റന്റ് λ1 ഇൻറ്റു ഫസ്റ്റ് വേരിയബിൾ സ്ക്വയർ പ്ലസ് λ2 ഇൻറ്റു സെക്കൻഡ് വേരിയബിൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എത്രാമത്തെ വേരിയബിൾ ആണോ അതുവരെ λn ഇൻറ്റു xn സ്ക്വയർ. ഇങ്ങനെയാണല്ലോ കനോണിക്കൽ ഫോമിന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു കനോണിക്കൽ ഫോം എഴുതുമ്പോൾ നിങ്ങൾ 2 തവണ കനോണിക്കൽ ഫോമിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കനോണിക്കൽ ഫോം എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ x1 സ്ക്വയർ x2 സ്ക്വയർ എക്സെട്ര xn സ്ക്വയർ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് ടേംസ് എല്ലാം ഒഴിവാക്കിയതിനു ശേഷം എഴുതിയല്ലോ. എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നില്ലേ, ഈ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എല്ലാം നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? കനോണിക്കൽ ഫോം എഴുതുമ്പോൾ, ഒരു ക്വാഡ്രാറ്റിക് ഫോമിന്റെ കനോണിക്കൽ ഫോം എഴുതുമ്പോൾ അവിടെ വരുന്ന കോഎഫിഷ്യൻസ്, കുറെ സ്ക്വയർ ടേംസ് ആണ് വരുന്നത്. ആ സ്ക്വയർ ടേംസിന്റെ എല്ലാം വരുന്ന കോഎഫിഷ്യൻസ് എല്ലാം നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ 2 പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതുവരെ അവരെല്ലാം നിങ്ങളുടെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. കണ്ടല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ടോപ്പിക്. നിങ്ങളുടെ കയ്യിൽ ഒരു A 2x2 ഇൻവേർട്ടിബിൾ സിമ്മട്രിക് മെട്രിക്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 2x2 ഇൻവേർട്ടിബിൾ സിമ്മട്രിക് മെട്രിക്സ് ഉണ്ട്. കണ്ടല്ലോ? 2x2 ഇൻവേർട്ടിബിൾ സിമ്മട്രിക് മെട്രിക്സ് A ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അയാളുടെ ഒരു ക്വാഡ്രാറ്റിക് ഫോം ഉറപ്പായിട്ടും എഴുതാൻ അറിയാമായിരിക്കും. നമ്മൾ കണ്ടതാണ്. 2x2 ആണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പം അയാളാണ്. അയാളുടെ ക്വാഡ്രാറ്റിക് ഫോം ദിസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നിങ്ങൾ എഴുതുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാൻ പാടില്ല. എന്താണ്? ക്വാഡ്രാറ്റിക് ഫോം ഓഫ് എ 2x2 ഇൻവേർട്ടിബിൾ സിമ്മട്രിക് മെട്രിക്സ്. ആ 2x2 മെട്രിക്സ് വെച്ചിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം, ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം, അത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് ഞാൻ എഴുതി. ദിസ് ഇക്വേഷൻ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ചില എന്താണ് ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, എപ്പോഴും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേം ഉറപ്പായിട്ടും ഒരു എന്താണ് ഫിഗർ റെപ്രസെന്റേഷൻ ഉണ്ട്. അതിന്റെ നമുക്ക് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അയാളുടെ പിക്ചറൈസ് ചെയ്യുമ്പോൾ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ അയാൾ ഒരു ഒബ്ജക്റ്റായി മാറാറുണ്ട്. അപ്പോൾ ദിസ് ഓൾസോ റെപ്രസെന്റ്സ് വാട്ട് സ്ട്രക്ചർ, ഓൾസോ റെപ്രസെന്റ് എ സ്ട്രക്ചർ. ഇയാള് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ represents either an ellipse.
This particular equation represents either an ellipse or a hyperbola or a single point or contains no points. ഗ്രാഫ് ഇല്ലാത്ത അവസ്ഥയും വരാം. ഗ്രാഫ് ഇല്ലാത്ത അവസ്ഥയും വരാം. അപ്പോൾ നമ്മൾ ഒരു 2/2 എ എന്ന് പറയുന്ന 2/2 ഇൻവെർട്ടിബിൾ സിമെട്രിക് മെട്രിക്സ് എഴുതി അതിന്റെ ക്വാഡ്രാറ്റിക് ഫോം എഴുതി which is equal to a constant എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. we got an equation like this. ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യായിരിക്കും. അപ്പോൾ ആ ഫിഗർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും. എലിപ്സോ ഹൈപ്പർബോളയോ സിംഗിൾ പോയിന്റോ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാതെയോ ഇരിക്കാം. ഇത്രയും സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ ഈ അവസാനം പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ, സിംഗിൾ പോയിന്റ് നോ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സിംഗിൾ പോയിന്റ് അഥവാ നോ പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സംഭവം. അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഈ രണ്ടുപേരെ കൺസിഡർ ചെയ്യാറില്ല. സിംഗിൾ പോയിന്റ് നോ പോയിന്റ്, ഓക്കെ, അത് സംഭവിക്കുന്നത് തന്നെ എന്താണ്, അത് വലിയ കാര്യമുള്ള കാര്യമല്ല, സിംഗിൾ പോയിന്റ് നോ പോയിന്റ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെ നമ്മൾ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ എലിപ്സിനെയും ഹൈപ്പർബോളയും പറ്റി മാത്രമായിരിക്കും. അപ്പോൾ ഇയാൾ ഒരു എലിപ്സിനെയോ ഹൈപ്പർബോളയോ റെപ്രസെന്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. എലിപ്സിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. x² by a² plus y² by b² is equal to 1. This represents an ellipse. This is a general equation of the ellipse. കണ്ടല്ലോ, ഇയാള് എലിപ്സ് ആണ്. ആൻഡ് x² by a² minus y² by b² equal to 1 represents a hyperbola. എലിപ്സിന്റെയും ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷനും കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് വലിയ കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്, എലിപ്സും ഹൈപ്പർബോളയും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്യുക. 2/2 ആണ്. അപ്പോൾ രണ്ട് വേരിയബിളെ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ടേമിൽ ആളെ തന്നിരിക്കും. അപ്പോൾ ഇതൊരു ഫിഗർ ആണ്. ഇയാള് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എലിപ്സിനെയാണോ ഹൈപ്പർബോളയാണോ? എലിപ്സിനെയാണോ ഹൈപ്പർബോളയാണോ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, തിരിച്ചറിയുക. അത്രേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ represents 5x1² minus 4x1x2 plus 5x2² is equal to 48. 5x1² minus 4x1x2 plus 5x2² is equal to 48. ഇത് ഏത് കോണിക് സെക്ഷനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഈ എലിപ്സിന്റെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? ഒരു ബന്ധവും നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലെ? എനിക്ക് തോന്നുന്നില്ല, ഒരു ബന്ധവും തോന്നുന്നില്ല. പ്രശ്നമായി അല്ലെ? അപ്പോ ഇയാളെ നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് ഡെഡ്യൂസ് ചെയ്തുകൊണ്ട് വരണം. എങ്ങനെ ഡെഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം അല്ലേ? ഒരു 2/2 രണ്ട് വേരിയബിൾ ഉള്ള ക്വാഡ്രാറ്റിക് ഫോം അല്ലേ ഇത്? അല്ലേ? x1² ടേം ഉണ്ട്, x2² ടേം ഉണ്ട്, x1x2 ടേം ഉണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ സി എ ഇപ്പൊ പറഞ്ഞില്ലേ, സി കോൺസ്റ്റന്റ് എന്ന് റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ? അപ്പോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം q ഓഫ് x എന്ന നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം ഇയാളാണ്. 5x1² minus 4x1x2 plus 5x2². നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം കിട്ടി. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഇയാളെ കനോണിക്കൽ ഫോമിൽ ആക്കുക.
അതായത് ക്രോസ് പ്രോഡക്റ്റ് ടേംസ് ഒഴിവാക്കുക. ക്രോസ് പ്രോഡക്റ്റ് ടേംസ് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് അതിന് വേണ്ടി പോവാം. കനോണിക്കൽ ടേം ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ ഇയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതുന്നു. മെട്രിക്സ് x1 സ്ക്വയർ, x1 x2ന്റെ ടേം കോഎഫിഷ്യന്റ് -4, -4ന്റെ പകുതി -2. x2 x1ന്റെ കോഎഫിഷ്യന്റ് -4, -4ന്റെ പകുതി -2. x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 5. This is the corresponding symmetric matrix A. ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുന്നു. എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ? ലാംഡ സ്ക്വയർ മൈനസ് 5 + 5 10 ലാംഡ പ്ലസ് 5 × 5 25 minus -2 × -2 plus 4. അപ്പോൾ 25 - 4 is 21 is equal to 0. That is lambda square minus 10 lambda plus 21. Product 21ഉം sum -10ഉം. Product 21ഉം sum -10ഉം. അതായത് -7ഉം -3ഉം എടുത്താൽ മതി. -7ഉം -3ഉം. -7 lambda -3 lambda plus 21 is equal to 0. ഓക്കെ, ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ലാംഡ കോമൺ എടുക്കുന്നു, ലാംഡ -7. അവസാനത്തെ രണ്ട് ടേമിൽ നിന്ന് -3 കോമൺ എടുക്കുന്നു, ലാംഡ -7. രണ്ട് ടേമിൽ നിന്നും ലാംഡ -7 കോമൺ എടുക്കുന്നു, therefore ബാക്കി ലാംഡ -3. Therefore our required eigen values are lambda equal to 7 and lambda equal to 3. eigen values കിട്ടി. eigen values കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ eigen vectors കണ്ടുപിടിക്കണം. eigen vectors എന്താണ്? a minus lambda I into x is equal to 0. a minus lambda ചെയ്യുമ്പോൾ 5 minus lambda -2 -2 5 minus lambda into x1 x2 equal to 0 0. ലാംഡയ്ക്ക് ആദ്യത്തെ വാല്യൂ 3 കൊടുക്കുന്നു. ആദ്യത്തെ വാല്യൂ 3 കൊടുക്കുന്നു. 5 - 3 എന്ന് പറയുന്നത് 2 -2 -2 5 - 3 എന്ന് പറയുന്നത് വീണ്ടും 2. x1 x2 is equal to 0 0. ഒരു ഇക്വേഷൻ മാത്രം, ഇയാളെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് താഴെയുള്ള ആള് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? 2x1 - 2x2 is equal to 0. അല്ലേ? ഒറ്റ ഇക്വേഷൻ മാത്രമേ ഇവിടെ നിന്ന് വരത്തുള്ളൂ. കാരണം രണ്ട് കോളവും ഒന്ന് തന്നെയാണ്. കാരണം ഇയാളെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇയാളെ കിട്ടും. അപ്പൊ 2 മൊത്തത്തിൽ വെട്ടിക്കളയുമ്പോൾ x1 - x2 is equal to 0. x1 - x2 equal to 0. ഞാൻ x1ന് ആർബിട്രറി a കൊടുക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും x1ന് a ഇവിടെ കൊടുക്കുമ്പോൾ x2ഉം a തന്നെ ആയിരിക്കും. x2ഉം a തന്നെ ആയിരിക്കും. അല്ലേ? ആർബിട്രറി വേരിയബിൾ ഒരെണ്ണം ആർബിട്രറി വേരിയബിൾ കൊടുക്കാം, അറിയാലോ. അപ്പോൾ ഞാനിപ്പോൾ a 1 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ x1ഉം 1 ആയിരിക്കും, x2ഉം 1 ആയിരിക്കും. x1ഉം 1 ആയിരിക്കും, x2ഉം 1 ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് 1 1. പക്ഷെ പുള്ളിക്കാരനെ നോർമലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുള്ളിക്കാരനെ നോർമലൈസ് ചെയ്യണം. നിങ്ങൾക്കറിയാം നോർമലൈസ് എന്താണെന്ന്. നോർമലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ദിസ് വിൽ ബി ലൈക്ക് 1/√1 സ്ക്വയർ plus 1 square into eigenvector 1 1. That is equal to 1 square plus 1 square is 2. അപ്പോൾ 1/√2 into 1 1. That will be like 1/√2 1/√2. And this is here. And this is your normalized eigenvector. ആദ്യത്തെ normalized eigenvector ആയി 1/√2 1/√2. ഓക്കെ, ഇനി അടുത്ത നോർമലൈസ്ഡ് eigenvector കണ്ടുപിടിക്കണം. 2/2 മെട്രിക്സ് അല്ലേ? അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 5 - lambda 5 - lambda ഇപ്പൊ lambda equal to 7 എടുക്കുകയാണ്. അപ്പോൾ 5 - lambda 5 - 7 -2 കിട്ടും. പിന്നെ -2 -2 പിന്നെയും 5 - lambda ഉണ്ട്. 5 - lambda 5 - 7 is again -2. x1 x2 which is equal to 0 0. Again ഫസ്റ്റ് റോ തന്നെയാണ്, സെക്കൻഡ് റോയും ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഒറ്റ ഇക്വേഷനെ ഫോം ചെയ്യത്തുള്ളൂ. -2x1
-2x2 = 0. ഒരു വേരിയബിൾ ആർബിട്രറി ആയിരിക്കും. -2 കൊണ്ട് മൊത്തം ക്യാൻസൽ ചെയ്യുമ്പോൾ x1 + x2 = 0 എന്ന് കിട്ടും. ഒരു വേരിയബിൾ ആർബിട്രറി ആണ്, അതുകൊണ്ട് ഞാൻ x1 = a കൊടുക്കുന്നു. x1 = a കൊടുത്തു കഴിഞ്ഞാൽ x2 = ഈ ഇക്വേഷനിൽ നിന്ന് -a കിട്ടിക്കോളും. അപ്പൊ ഞാനിവിടെ a = 1 കൊടുക്കുന്നു. അപ്പോ x1 = 1 x2 = -1 കിട്ടിക്കോളും. അപ്പൊ നിങ്ങളുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് 1, -1 ആയിരിക്കും. 1, -1 ഇതാണ് നിങ്ങളുടെ ഐഗൺ വെക്റ്റർ. ഇയാളെ നമുക്ക് നോർമലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/√2 കിട്ടൂലേ? 1² + -1² 1/√2 കിട്ടും ഇൻറ്റു ഐഗൺ വെക്റ്റർ 1, -1 which is equal to 1/√2 -1/√2. കണ്ടല്ലോ, ആളെ നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇനി നമുക്ക് പി എഴുതാം. പി എന്താണ്? പി ഈസ് ഈക്വൽ ടു ആദ്യത്തെ കോളമായിട്ട് ആദ്യത്തെ ഐഗൺ വെക്റ്റർ, രണ്ടാമത്തെ കോളമായിട്ട് രണ്ടാമത്തെ ഐഗൺ വെക്റ്റർ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പി. അങ്ങനെയാണെങ്കിൽ പി ട്രാൻസ്പോസ് എ പി എന്നുള്ളത് എന്തായി മാറും? പി ട്രാൻസ്പോസ് എ പി എന്ന് പറയുന്നത് ഈ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ 3 ആണ്. അപ്പോൾ 3, 0 ആൻഡ് ദിസ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ 7 ആണ്. അപ്പോൾ 0, 7. അപ്പോൾ പി ട്രാൻസ്പോസ് എ പി എന്ന് പറയുന്നത് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. 3, 0, 0, 7 എന്ന ഈ മെട്രിക്സ് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിനെ ഒന്ന് മാറ്റി എഴുതാലോ. എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ മാറും? എക്സിന് പകരം എന്ത് എഴുതണം? പി വൈ എഴുതണം. എക്സിന് പകരം പി വൈ എഴുതണം. പി ട്രാൻസ്പോസ് പി വൈ ദ ഹോൾ ട്രാൻസ്പോസ് എ ഇൻറ്റു പി വൈ. ഓക്കെ, അപ്പോൾ which is equal to y transpose p transpose a p y. This happens to be d. d എന്ന് എഴുതിയില്ല കേട്ടോ, d എന്ന് എഴുതിയില്ല. This happens to be d. And this is equal to y transpose എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? y1 y2. d എന്ന് പറയുന്നത് എന്താണ്? 3, 0, 0, 7. And y is equal to y1 y2 column which is equal to 3y1 square plus 7y2 square. ഇങ്ങനെ വരത്തുള്ളൂ. നിങ്ങൾക്കറിയാം, പ്രോഡക്റ്റ് വേണമെങ്കിൽ എടുത്ത് നോക്കാം. 3y1 square plus 7y2 square, that is your x transpose ax. അപ്പോൾ കാനോണിക്കൽ ഫോം ആയി. നമ്മളിപ്പോൾ ഇയാളുടെ കാനോണിക്കൽ ഫോം എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പൊ കാനോണിക്കൽ ഫോം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയ കാനോണിക്കൽ ഫോം നമ്മൾ qx is equal to 5x1 square minus 4x1 x2 plus 5x2 square. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇയാളെ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയപ്പോൾ 3y1 square plus 7y2 square എന്ന് നമുക്ക് കിട്ടി. ആണല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദിസ് ക്വാഡ്രാറ്റിക് ഫോം ഈക്വൽ ടു 48 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇയാൾക്ക് പകരം ഇതിനെ എഴുതാമല്ലോ, ഇയാളെ എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചേഞ്ച് ആകും. 3y1 square plus 7y2 square is equal to 48. Is equal to 48. ഞാൻ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെ. 48 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുക. 3y1 square by 48 plus 7y2 square by 48. 48 by 48 1. 48 by 48 1. എന്നിട്ട് ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. y1 square divided by 48 by 3 plus y2 square divided by 48 by 7 is equal to 1. പ്രശ്നമില്ലല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ, ഇയാളെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ആണെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 മുകളിൽ വന്നോളൂ, പ്രശ്നമില്ല. ഓക്കെ, ആൻഡ് ഫൈനലി
y1 square divided by root of 48 by 3 the whole square plus y2 square divided by root of 48 by 7 the whole square is equal to 1. Is equal to 1. അപ്പോൾ എന്താണ് y1 square divided by a constant square plus y2 square divided by a constant square is equal to 1. Is equal to 1. This equation represents an ellipse. This equation represents an ellipse. Therefore, the given question represents an ellipse. Ellipse conic ellipse എന്ന കോണിക്കിനെയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് യുവർ ആൻസർ. കണ്ടല്ലോ, ഒന്നുമില്ല. നമുക്കിവിടെ 2/2 കോണിക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എപ്പോഴും 2/2 ക്വാഡ്രാറ്റിക് ഫോം മാത്രമേ തരത്തുള്ളൂ. അയാളെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ടേംസ് എല്ലാം ഒഴിവാക്കുന്ന രീതിയിൽ അയാളെ കനോണിക്കൽ ടേമിൽ റെപ്രസെന്റേറ്റ് ചെയ്യുക. റെപ്രസെന്റേറ്റ് ചെയ്തതിന് ശേഷം വേണ്ട അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി ഇയാൾ ഏത് കോണിക്കാണെന്ന് കണ്ടുപിടിക്കുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോണിക്. ഇങ്ങനെ വേണം കോണിക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യും, എന്നിട്ട് നിർത്താം. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, കാരണം 2/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out what type of conic section represent what type of conic section represent x1 square minus 8x1 x2 minus 5x2 square is equal to 16. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x1 square minus 8x1 x2 minus 5x2 square is equal to 16. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം. നേരെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിനെ എടുക്കുന്നു. q of x is equal to എന്താണ് x1 square minus 8x1 x2 minus 5x2 square. അതിനുശേഷം ആളിനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു. മാറ്റാനായിട്ട് നിങ്ങളുടെ a എന്ന മെട്രിക്സ് എഴുതണം. കറസ്പോണ്ടിങ് x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് x1 x2 എന്ന കോഎഫിഷ്യന്റ് -8 ആണ്. -8ന്റെ പകുതി. x2 x1ന്റെ കോഎഫിഷ്യന്റ് -8 -8ന്റെ പകുതി. പിന്നെ x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -5. ആൻഡ് ദിസ് ഇസ് യുവർ a. എക്ക് ശേഷം എന്ത് കണ്ടുപിടിക്കണം? അയാളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. ലാംഡ സ്ക്വയർ മൈനസ് 1 plus minus 5 minus 4 lambda plus 1 into minus 5 minus 4 into minus 4, that will be 16 is equal to 0. Therefore, lambda square plus 4 lambda minus 21 is equal to 0. Minus 21 equal to 0. Product minus 21 ഉം sum 4 ഉം. Product minus 21 ഉം sum 4 ഉം. അതായത് 7 ഉം -3 എടുക്കുന്നതായിരിക്കും നല്ലത്. 7 ഉം -3 ഉം. അപ്പൊ ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ minus 3 ലാംഡ minus 21 equal to 0. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ലാംഡ കോമൺ എടുക്കുന്നു. therefore ലാംഡ പ്ലസ് 7. അവസാനത്തെ രണ്ട് ടേമിൽ നിന്ന് -3 കോമൺ എടുക്കുന്നു. therefore ലാംഡ പ്ലസ് 7. രണ്ട് ടേമിൽ നിന്നും ലാംഡ പ്ലസ് 7 കോമൺ എടുക്കുന്നു. therefore ലാംഡ പ്ലസ് 7 into remaining ലാംഡ -3 is equal to 0. Therefore your eigenvalues is lambda equal to -7 and lambda is equal to 3. These are your
ഐഗൺ വാല്യൂസ്. അപ്പോൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. a മൈനസ് ലാംഡ ഐ, a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം. അതായത് അത് വാല്യൂസ് കൊടുക്കുന്നു. 1 മൈനസ് ലാംഡ മൈനസ് 4 മൈനസ് 4 മൈനസ് 5 മൈനസ് ലാംഡ. എക്സിന് പകരം x1 x2 which is equal to 0 0. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ലാംഡയുടെ വാല്യൂ -7 എന്ന് കൊടുക്കുകയാണ്. ലാംഡയുടെ വാല്യൂ -7. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ആവും? 1 മൈനസ് -7, 1 പ്ലസ് 7 ആകും, 8 ആകും. -4 അതുപോലെ ആവും, -4 ഇവിടെ അതേപോലെ ഉണ്ടാവും. -5 മൈനസ് -7, -5 minus -7, that is -5 plus 7, that will be 2 into x1 x2 equal to 0 0. നോക്കുക, താഴത്തെ റോയിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലത്തെ റോ ആയി. താഴത്തെ റോയിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലത്തെ റോ ആയി. അപ്പോൾ ഒറ്റ ഇക്വേഷനെ വരത്തുള്ളൂ. താഴത്തെ റോ വെച്ചുള്ള ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. -4x1 plus 2x2 is equal to 0. അപ്പോൾ ആ ഒരു 2 കോമൺ ആയി പുറത്തേക്ക് വെട്ടിക്കളയുമ്പോൾ -2x1 plus x2 is equal to 0. നിങ്ങൾക്കറിയാം ഒരു വേരിയബിൾ ആർബിട്രറി ആയിരിക്കുമെന്നറിയാം. ഒരു വേരിയബിൾ ആർബിട്രറി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x1നെ ഞാൻ a ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x2 is equal to a by 2 ആവും. x2 is equal to a by 2. സോറി, a by 2 അല്ല, 2a ആവും. മാറിപ്പോയതാണേ. x2 equal to 2a ആവും. x1 a ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ x2 equal to 2 into a ആവും. ഇവിടെ കൊടുത്താൽ മതി. x1 equal to a ഇവിടെ കൊടുക്കുമ്പോൾ x2 equal to 2a ആവും. അപ്പൊ ഞാൻ എക്ക് 1 എന്ന വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ x1 equal to 1 ഉം x2 equal to 2 ഉം ആവും. അപ്പൊ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 1 ഉം 2 ഉം. ഐഗൺ വാല്യൂ 1 ഉം 2 ഉം. നോർമലൈസ് ചെയ്യുന്നു. നോർമലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/√(1 square plus 2 square) 4 ആണ് into 1 2, which is equal to 1/√5 വരും. that will be 1/√5 2/√5. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. 1/√5 2/√5. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കിട്ടി. ഇനി രണ്ടാമത്തെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനുള്ള പോക്കാണ്. അപ്പോ എന്താണ്? 1 മൈനസ് ലാംഡ. ഇനി അടുത്ത ലാംഡ ഈക്വൽ ടു 3 എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് ലാംഡ 1 മൈനസ് 3 എന്ന് പറയുന്നത് -2 -4 -4. പിന്നെ എന്താണ്? -5 -3 -5 -3, that will be -8 into x1 x2 is equal to 0 0. മുകളിലത്തെ റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴത്തെ റോ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. therefore that will be -2x1. ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ ഫോം ആവത്തുള്ളൂ. -2x1 -4x2 is equal to 0. -2 കൊണ്ട് മൊത്തത്തിൽ വെട്ടിക്കളയാം. therefore x1 plus 2x2 is equal to 0. ഒരാൾ ആർബിട്രറി ആണ്, നിങ്ങൾക്കറിയാം. ഒരാളെ ആർബിട്രറി ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ x1 equal to a എന്ന് എടുക്കുകയാണേ. അപ്പോൾ x2 equal to -a/2 ആവും അല്ലെ? x2 equal to -a/2 ആവില്ലേ? x1 equal to a എടുക്കുമ്പോൾ a ഇപ്പുറത്ത് പോകുമ്പോൾ -a ആവും. പിന്നെ x2 equal to -a/2 ആയി. കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ എക്ക് പകരം 2 എന്ന് കൊടുക്കുകയാണ്. എക്ക് പകരം ഞാൻ 2 എന്ന് കൊടുത്ത് എന്താണെന്ന് വെച്ചാലേ, ഇവിടെ 2 കൊടുത്താൽ മാത്രമേ 2 ഉം 2 ആയിട്ട് പോകത്തുള്ളൂ. നേരത്തെ പോലെ 1 കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും. 1/2 ഒക്കെ 1/2 ഫ്രാക്ഷൻ ഒക്കെ വന്നിരിക്കും. നമ്മൾ അയാളുടെ റൂട്ടൊക്കെ എടുത്തിട്ടേ ഡിവൈഡ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഇത്തിരി ഭംഗി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ എക്ക് 2 എടുത്തത്. അതൊന്ന് ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട്.
എക്ക് 2 കൊടുക്കുമ്പോൾ x1 എന്ന് പറയുന്നത് 2 ആയിരിക്കും, x2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 2, -1. നോർമലൈസ് ചെയ്യുന്നു. 1/√2 സ്ക്വയർ 4 ആണ്, -1 സ്ക്വയർ 1 ആണ്, ഇൻറ്റു 2, -1. അപ്പൊ ഇയാൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/√5 -1/√5. നമുക്ക് 2 ഐഗൺ വെക്ടറും കിട്ടി. അപ്പൊ നമ്മൾ നേരെ പി ഉണ്ടാക്കാൻ പോകുന്നു. പി എന്താണ്? പി എന്ന് പറയുമ്പോൾ 1/√5 2/√5 അടുത്തിനി രണ്ടാമത്തെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ 2/√5 -1/√5. ഇതാണ് നിങ്ങളുടെ പി. ഇതാണ് പി. ഒബ്വിയസ്ലി പി ട്രാൻസ്പോസ് എ പി എന്ന് പറയുന്നത് എന്ത് കിട്ടും? പി ട്രാൻസ്പോസ് എ പി എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് കിട്ടും. ദിസ് കറസ്പോണ്ട് ടു ദ ഐഗൺ വാല്യൂ -7 ആണ്, -7 ആൻഡ് ദിസ് വൺ കറസ്പോണ്ട്സ് ടു ദ ഐഗൺ വാല്യൂ 3 ആൻഡ് ദിസ് ഈസ് യുവർ ഡി. അപ്പൊ ചേഞ്ച് നമുക്ക് എഴുതാം. എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത് വൈ ട്രാൻസ്പോസ് ഡി വൈ എന്ന് മാറും. എങ്ങനെയാണ് മാറ്റം എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് റിപ്പീറ്റ് ആയിട്ട് എഴുതണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് എഴുതുന്നത്. എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത് വൈ ട്രാൻസ്പോസ് ഡി വൈ ആവും. വൈ ട്രാൻസ്പോസ് ഡി വൈ സോൾവ് ചെയ്യുമ്പോൾ വൈ ട്രാൻസ്പോസ് y1 y2 ഡി എന്ന് പറയുമ്പോൾ അതേ കിടക്കുന്നു -7 0 0 3, പിന്നെയും y1 y2 ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐഗൺ വാല്യൂ, ആദ്യത്തെ ഐഗൺ വാല്യൂ -7 ഇൻറ്റു y1 സ്ക്വയർ, രണ്ടാമത്തെ ഐഗൺ വാല്യൂ 3, therefore +3 ഇൻറ്റു y2 സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് യുവർ കാനോണിക്കൽ ഫോം. ദിസ് ഇസ് യുവർ കാനോണിക്കൽ ഫോം. അപ്പൊ കാനോണിക്കൽ ഫോമിൽ എഴുതിയല്ലോ, കാനോണിക്കൽ ഫോമിൽ എഴുതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, ഗിവൺ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? x1 സ്ക്വയർ -8 -8 x1 x2 -8 x1 x2 -5 x2 സ്ക്വയർ is equal to 16 ആയിരുന്നു. ഇയാളെയാണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്? -7 y1 സ്ക്വയർ +3 y2 സ്ക്വയർ എന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇയാളെ 3y2 സ്ക്വയർ -7 y1 സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് എഴുതി. മൊത്തത്തിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. therefore 3y2 സ്ക്വയർ by 16 -7 y1 സ്ക്വയർ by 16, 16 by 16 1, 16 by 16 1. ഇവിടെയും പഴയ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. y2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 by 3 മൈനസ് y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 by 7 is equal to 1. And final adjustment, y2 square divided by root of 16 by 3 the whole square minus y1 square divided by root of 16 by 7 the whole square is equal to 1. എന്താണ്? വേരിയബിൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ് സ്ക്വയർ മൈനസ് വേരിയബിൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ് സ്ക്വയർ is equal to 1. So this represents a hyperbola. This represents a hyperbola. കണ്ടല്ലോ? അപ്പൊ ഇതൊരു ഹൈപ്പർബോളയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ ആണ്. പഴയ എന്ന് വെച്ചാൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഴയത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയഗണലൈസേഷൻ ഓഫ് സിമെട്രിക് മെട്രിക്സ് അറിയാമെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇന്നലെ ചെയ്തു. ചേഞ്ച് ഓഫ് വേരിയബിൾ ഇപ്പൊ ചെയ്തു. ചേഞ്ച് ഓഫ് വേരിയബിൾ പിന്നെ ഏത് എന്താണ് കോണിക് ആണെന്ന് കൂടെ തിരിച്ചറിയുക, അത്രേ ഉള്ളൂ.
സിമ്പിൾ ആണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.